പറഞ്ഞ് ഓണം പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 25-നാണ് ഉത്രാടം വരുന്നത്, 26-നാണ് തിരുവോണം. അത് ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ടാണ് വരുന്നത്. ഈ ദിവസങ്ങളിൽ അവധിയില്ലെങ്കിലും അതിനോടടുത്ത് വരുന്ന വാരാന്ത്യം നബിദിന അവധികളൊക്കെ കൂടി ചേർന്നാണ് ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച, പിന്നെ 29, 30 ദിവസങ്ങളിൽ അവധി വരുന്നത്. UAE പ്രവാസികൾക്ക് 3 ദിവസത്തെ അവധികളാണ് ഈ നബിദിനത്തോടനുബന്ധിച്ച് ആ വാരാന്ത്യത്തിൽ തന്നെ ലഭിക്കുന്നത്. അപ്പോൾ പ്രവാസികൾ അടക്കമുള്ളവരുടെ ഓണാഘോഷം ഈ അവധി ദിവസങ്ങളിലായിരിക്കും എന്നുള്ളത് ചുരുക്കമാണ്. ഓണത്തിന് വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ UAE അടക്കമുള്ള ഗൾഫ് നാടുകളിലെ വിപണികളിൽ നടക്കുന്നുണ്ട്. ലുലു ഗ്രൂപ്പ് ഏകദേശം ഒരു 250 ടണ്ണിലധികം കാർഷിക ഉൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെയാണ് ഓണം ആഘോഷിക്കാനായി ഗൾഫിലെ വിപണിയിൽ ഇപ്പൊ തന്നെ എത്തിച്ചിരിക്കുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രവാസികൾക്കായി എത്തിക്കുന്നതെന്നാണ് ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓണാഘോഷവും നബിദിന അവധികളും ഒക്കെ കഴിയുമ്പോൾ നേരെ സ്കൂൾ തുറപ്പിന്റെ നല്ല തിരക്കിലേക്കായിരിക്കും UAE-യിലെ പ്രവാസികൾ വരിക. UAE-യിലെ റെസിഡൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കിന്റെയും കാര്യങ്ങളുടെയൊക്കെ ദിവസങ്ങളാണ് സ്കൂൾ തുറപ്പും നബിദിന അവധിയും ഓണ ആഘോഷവും എല്ലാം കൂടി വരുന്ന തിരക്കേറിയ ദിനങ്ങളാണ് ഈ ഓഗസ്റ്റ് അവസാനം വരാൻ പോകുന്നത്. വേനലവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും തിരിച്ചെത്തുന്ന യാത്രക്കാരെ സ്വീകരിക്കാൻ ദുബായ് എയർപോർട്ടുകൾ പൂർണ്ണ സജ്ജമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ യാത്രക്കാരുടെ വലിയ തിരക്കും കാര്യങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളം, അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ദുബായ് എയർപോർട്ട് അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. യാത്രക്കാരുടെ കസ്റ്റംസ് ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ ജീവനക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്മാർട്ട് ഗേറ്റുകളെല്ലാം സജ്ജമാണ്. കുട്ടികൾക്കായി പ്രത്യേക മുൻഗണനാ ലൈനുകളുണ്ട്. അത്യാധുനിക ബാഗേജ് ഹാൻഡ്ലിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ തിരക്കൊഴിവാക്കാൻ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സ്വീകരിക്കാൻ എത്തുന്നവർ പൊതുഗതാഗത സംവിധാനങ്ങളും നിർദ്ദിഷ്ട പാർക്കിംഗ് ഏരിയകളും ഒക്കെ ഉപയോഗിക്കണമെന്നാണ് അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. യാത്രാ നടപടികൾ സുഗമമാക്കാൻ അതത് വിമാന കമ്പനികളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ദുബായ് എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഹോർമൂസ് കടലിടുക്കിലെ പിരിമുറുക്കങ്ങളൊക്കെ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഖോർഫക്കാൻ തുറമുഖത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ 1 കോടി കണ്ടെയ്നറുകളാക്കി അത് ഉയർത്താൻ UAE തീരുമാനിച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ തികച്ച ലോക്കലിൽ പറയാനുള്ളത്. ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഷാർജയിലെ ഖോർഫക്കാൻ തുറമുഖം വികസിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സമുദ്ര വ്യാപാരം സുരക്ഷ കൂടുതൽ ശക്തമാക്കിയാണ് UAE ലക്ഷ്യമിടുന്നത്. തന്ത്രപ്രധാനമായ ഈ പദ്ധതിയിലൂടെ തുറമുഖത്തിന്റെ വാർഷിക കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് ശേഷി 10 ദശലക്ഷം TEU ആയി ഉയരും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടാനുള്ള സാധ്യത മുൻനിർത്തിയാണ് UAE-യുടെ ഈ മുൻകരുതൽ നടപടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വൻകിട ചരക്ക് കപ്പലുകൾക്ക് എളുപ്പത്തിൽ അടുക്കാനുള്ള സൗകര്യങ്ങളും അത്യാധുനിക ക്രെയിനുകളും പുതിയ ടെർമിനലുകളും ഇതിന്റെ ഭാഗമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ആഗോള വിതരണ ശൃംഖല തടസ്സമില്ലാതെ നിലനിർത്താനും പ്രവിശ്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമായി ഖോർഫക്കാനെ മാറ്റാനും ഈ പദ്ധതി ഉപകരിക്കും എന്നാണ് UAE ഇപ്പോൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് RTA സംഘടിപ്പിക്കുന്ന ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടാവുന്ന ഒരു സമ്മാന പദ്ധതി കോമ്പറ്റീഷനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഒരു ഹ്രസ്വചിത്ര മത്സരമാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നടപ്പാക്കുന്നത്. അപ്പം RTA സംഘടിപ്പിക്കുന്ന ഈ റോഡ് സേഫ്റ്റി ഫിലിം ഫെസ്റ്റിവലിൽ വിജയികൾക്കായി 3 ലക്ഷം ദിർഹത്തിന്റെ വൻ സമ്മാന തുകകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. UAE-യിലെ താമസക്കാരായിട്ടുള്ള പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒപ്പം സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും സർവകലാശാലകൾക്കും ഒക്കെ ഒരുപോലെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം. 5 വിഭാഗങ്ങളിലായിട്ടാണ് സമ്മാനങ്ങൾ നൽകുന്നത്. മികച്ച ഹ്രസ്വചിത്രത്തിന് പുറമെ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്രിയേറ്റീവ് ആശയങ്ങൾക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകും എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ RTA-യുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഫിലിമും കാര്യങ്ങളും ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും സുരക്ഷിതമായിട്ടുള്ള യാത്രാ സംസ്കാരം വളർത്തുന്നതിനും സർഗാത്മകമായ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ ഫിലിം ഫെസ്റ്റിവലിലൂടെ ദുബായ് RTA ലക്ഷ്യമിടുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കാവുന്നതാണെന്ന് RTA അറിയിക്കുന്നുണ്ട്. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കാം.